ഈ ഹബ്ബ എന്ന് പറഞ്ഞ മരണപ്പെട്ട വ്യക്തിയും അതേപോലെ തന്നെ ജുമൈല എന്ന് പറയുന്ന 18 വയസ്സുള്ള ഈ രണ്ട് വ്യക്തികളെയും കാണാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ പിതാവ് കണ്ടു. അതുമൂലമാണ് ഈ മനുഷ്യൻ അവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നെറികെട്ട ഒരു മനുഷ്യൻ ഈ ഒരു വാർത്തയുടെ അടിയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുറച്ച് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഒരു കൊലപാതകം നടന്നു. അതും സ്വന്തം പിതാവ് മകളെ കഴുത്തിന് നേരെ കുത്തി ആ പൊന്നുമോള് മരണപ്പെട്ടു എന്നൊരു വീഡിയോ. അതേ വാർത്ത വീണ്ടും ആവർത്തിക്കുകയാണ്. ആ വീട്ടിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ കൂടി മരണപ്പെട്ടു എന്നൊരു വാർത്ത. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഉൻ അല്ലാഹുമ്മ ഗ്ഫിർ ലഹുമാ വറഹംഹുമാ. അള്ളാഹു രണ്ടു പേർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഈ ഒരു വിഷയം ഇങ്ങനെ ഈ ഒരു കൊലപാതകത്തിൽ കലാശിക്കാനുള്ള കാരണം ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ അയാൾ തികച്ചും പ്ലാനോടുകൂടി നടത്തിയ ഒരു കൊലപാതകം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം അയാൾ ഓൾറെഡി ആയുധം കയ്യിൽ കരുതിയിട്ടാണ് ആ ഒരു വീട്ടിലേക്ക് കടന്നു പോയിട്ടുള്ളത്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ കല്യാണം നടന്നപ്പോൾ ഭാര്യയുടെ വീട്ടുകാർ ഭാര്യയുടെ പേരിൽ ഇവർക്ക് കുറച്ച് സ്വത്തുക്കൾ കൊടുത്തിട്ടുണ്ട്. ആ ഭൂമിയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് തർക്കം നടക്കുകയാണ്. അതായത് ഇയാളുടെ ലഹരി ഉപയോഗം കാരണം ഭാര്യ ഇയാളിൽ നിന്ന് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഇയാളുടെ ഈ ഒരു സ്വത്തുണ്ടല്ലോ, ഭാര്യയ്ക്ക് കല്യാണത്തിനോടനുബന്ധിച്ച് ഭാര്യ വീട്ടുകാർ കൊടുത്ത ഈ ഒരു സ്വത്ത്, അത് കൈവിട്ടു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മനുഷ്യൻ ഒരു തർക്കമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഭാര്യയ്ക്ക് ഒരു നിലക്കും ഇയാളുടെ കൂടെ ജീവിക്കാൻ കഴിയൂല എന്നുള്ള സാഹചര്യത്തിലാണ് അവരും മകളും ഡിവോഴ്സിന് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സമയത്തും ഇയാൾക്ക് വേണ്ടത് ഭാര്യയെയോ മക്കളെയല്ല, മറിച്ച് ആ സ്വത്താണ്. കാരണം ആ സ്വത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാട് തവണ ലഹരി ഉപയോഗിക്കാൻ കഴിയുമെന്നൊരു തോന്നൽ ചിലപ്പോൾ ആ മനുഷ്യനുണ്ടാകും. ആ സ്വത്ത് വിറ്റ് തീരുന്നിടത്തോളം കാലം ജീവിക്കാമല്ലോ റാഹത്തായിട്ട്. അതിന് ആ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ ചെയ്ത ഒരു തർക്കം, അത് ചെന്ന് കലാശിച്ചത് സ്വന്തം മകളുടെ ജീവനെടുത്തു. ആദ്യം തന്നെ ജുമൈല എന്ന് പറയുന്ന പൊന്നുമോളെ കൊല്ലാൻ നോക്കിയിട്ടില്ല ഇയാൾ. ഹബ്ബ എന്ന് പറയുന്ന ഈ മനുഷ്യനെയാണ് ആദ്യം ഇയാൾ കൊല്ലാൻ നോക്കിയത്. അതായത് ഈ തർക്കത്തിനിടയിൽ ഇയാൾ ഈ ഹബ്ബ എന്ന് പറയുന്ന മനുഷ്യൻ്റെ കാലിൽ കുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ബ്ലഡ് ഒരുപാട് പോയി. അതിൻ്റെ ഇടയിൽ ഈ തർക്കം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ജുമൈല എന്ന് പറയുന്ന പെൺകുട്ടി ഇടയിലേക്ക് കയറുന്നത്. അങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് ആയത്തിൽ കുത്തേൽക്കുന്നതും ആ പെൺകുട്ടി ആ സ്പോട്ടിൽ കിടന്ന് പെടയുന്നതും. ആ സമയത്ത് ഈ മനുഷ്യൻ ചെയ്യേണ്ടിയിരുന്നത് ആ കുട്ടിയെ എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ മനുഷ്യനത് ചെയ്യാതെ ആ മനുഷ്യൻ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു ഫോട്ടോ കണ്ടോ? ഈ ഫോട്ടോയിൽ ആ മനുഷ്യന് ആ മോളെ ചേർത്ത് പിടിക്കുന്നത് കാണാം. ആ മകൾക്ക് ആ ഉപ്പാനോടുള്ള സ്നേഹവും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതേ മകൾ തൻ്റെ മുമ്പിൽ കിടന്ന് പെടയുമ്പോൾ ഏതൊരു പിതാവിൻ്റെയും ഹൃദയമൊന്ന് പെടയുമെങ്കിൽ ഈ മനുഷ്യനത് ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏക കാരണം ആ മനുഷ്യൻ്റെ സിരകളിൽ ഓടുന്ന ലഹരിയായിരുന്നു എന്നുള്ളതല്ലേ. ആ മനുഷ്യൻ ആദ്യമായിട്ട് കുത്തിയത് ഈ ഹബ്ബയാണെങ്കിൽ ആ മനുഷ്യൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ആ മനുഷ്യന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക ചികിത്സ ആരംഭിക്കുന്നതിൻ്റെ ഇടയിൽ ആ മനുഷ്യന് രക്തസ്രാവം സംഭവിക്കുകയും അത് കാരണം ഹൃദയാഘാതം സംഭവിച്ച് ആ മനുഷ്യൻ മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നത്. അള്ളാഹു ആ കുടുംബത്തിന് പരിപൂർണ ക്ഷമ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് ഈ മനുഷ്യൻ നടത്തിയ ഈ ഒരു കൊലപാതകം എവിടെ എത്തിച്ചു ആ മനുഷ്യൻ്റെ ജീവിതം എന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. നാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മനുഷ്യൻ പല തവണയായി പല കേസുകളിലായിട്ട് പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കമൻറ്റ് കണ്ടു. ആ കമൻറ്റാണ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചത്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ ഹബ്ബ എന്ന് പറഞ്ഞ മരണപ്പെട്ട വ്യക്തിയും അതേപോലെ തന്നെ ജുമൈല എന്ന് പറയുന്ന 18 വയസ്സുള്ള ഈ മകളും തമ്മിൽ കാണാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ പിതാവ് കണ്ടു. അതുമൂലമാണ് ഈ മനുഷ്യൻ അവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നെറികെട്ട ഒരു മനുഷ്യൻ ഈ ഒരു വാർത്തയുടെ അടിയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്.
ഞാൻ ആലോചിച്ചു പോകുന്നത് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ ഈ ഒരു വിഷയം ഇത്രത്തോളം ആളുകൾക്ക് ക്ലിയറായി വ്യക്തമായിട്ട് സംഭവിച്ചിട്ട് പോലും എങ്ങനെയാണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് ഇവിടെ ഇടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എത്ര ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ മരണപ്പെട്ടത് അയാളുടെ സ്വന്തം മകളാണ്. ആ പൊന്നുമോൾക്ക് പിതാവിനോടുള്ള സ്നേഹം ഈ ഫോട്ടോകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു തർക്കം നിയന്ത്രിക്കാൻ അതിൻ്റെ ഇടയിലേക്ക് ആ പെൺകുട്ടി ചെന്ന് കയറുമ്പോൾ സ്വന്തം ജീവൻ നഷ്ടമാകുമെന്ന് ആ കുട്ടി വിചാരിച്ചിട്ടില്ല. അത് കണ്ടു നിന്ന പിതാവ് ഒരു ഭാഗത്ത്, ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കേണ്ടി വന്ന മാതാവ് ഒരു ഭാഗത്ത്, കുടുംബക്കാർ മറ്റൊരു ഭാഗത്ത്. എത്ര വേദനാജനകമായിട്ടാകും ആ ഒരു കുടുംബം ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്ന് തലച്ചോറുള്ള ചോറ് തിന്നുന്ന അരിയാഹാരം കഴിക്കുന്ന മനുഷ്യന്മാർക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെങ്കിൽ, നിങ്ങളിവിടെ ആലോചിക്കേണ്ടിയത് ഇതുപോലെയുള്ള കമൻറ്റുകളിടുന്ന ആളുകളെയും കോടതി മുഖേന ജയിലിൽ അടക്കേണ്ടതാണ് എന്നുള്ളതല്ലേ. ഇവർക്കും ജയില് ഒരു അവകാശപ്പെട്ട ഒരു സ്ഥലമാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ആ കുടുംബത്തിലുള്ള അംഗങ്ങൾ ഈ ഒരു കമൻറ്റ് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന, പ്രയാസം, ബുദ്ധിമുട്ട് അത് എത്രത്തോളമായിരിക്കും. ഇവൻ്റെ ഒക്കെ ഒരു മനോനിലയാണ് ഞാനിവിടെ ആലോചിച്ചു പോകുന്നത്. ലഹരി ഉപയോഗിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങൾ ചിലപ്പോൾ വീട്ടുകാരെയും നാട്ടുകാരെയും കുടുംബക്കാരെയും ആരെയും നിങ്ങൾ അറിയിക്കാതെ ചിലപ്പോൾ ഡ്രഗ്സിന്, ലഹരിക്ക്, മയക്കുമരുന്നിന്, അതുപോലെ അതിനോട് സമാനമായിട്ടുള്ള മറ്റ് ലഹരികൾക്കൊക്കെ നിങ്ങൾ അഡിക്റ്റ് ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതൊന്നും ആരും അറിയൂലല്ലോ എന്ന്. കാരണം ആ രൂപത്തിൽ ലഹരി ഉപയോഗിക്കാനുള്ള സംവിധാനം, അതേപോലത്തെ ലഹരികൾ ഇന്ന് നമ്മുടെയൊക്കെ മാർക്കറ്റുകളിൽ ഇന്ന് അവൈലബിളാണ്. ആ ലഹരി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ ഒരു അവസ്ഥയുണ്ട്. അതാണ് ഇന്ന് ഇവിടെ ഈ ഒരു കൊലപാതകവും നമുക്ക് വിളിച്ചോതി തരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ലഹരി അത് വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലഹരിക്ക് അടിമയാണ് നമ്മൾ. ലഹരിക്ക് അടിമയാണ് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി ഇല്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയൂല എന്നുള്ളതാണ്. ആ ലഹരിക്കാകട്ടെ വൺ ഡിമാൻഡാകും. നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ചില്ലറ നാണയത്തുട്ടുകളോ അല്ലെങ്കിൽ ചില്ലറ പണം ആവൂല. അതിന് നിങ്ങൾ അഡിക്റ്റായി കഴിഞ്ഞു എന്ന് ആ വിൽപ്പനക്കാരൻ അറിഞ്ഞു കഴിഞ്ഞാൽ, അയാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അയാൾ നിശ്ചയിക്കുന്നതാണ് അവിടെ വില എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു വില നിങ്ങൾക്ക് താങ്ങാൻ കഴിയൂല എങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് നെറികേടും കാണിക്കാൻ നിങ്ങൾ തയ്യാറാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. കുടുംബജീവിതം അത് ഒന്നേ ഉണ്ടാവുള്ളൂ. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി ജീവിതം നമ്മുടെ കയ്യിലാകൂല. പിന്നെ ജീവിക്കാൻ പോലും നമുക്ക് മനസ്സുണ്ടാകൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് ലഹരിയിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.